ആരാ അത്? ഇത് എങ്ങോട്ടാ പോണ്ടത്? ഓ അതെ, റോഡൊന്നും മുറിച്ച് കിടക്കണം. വണ്ടി വല്ലാതെ പോവുകയല്ലേ, അതുകൊണ്ടാ ഒന്ന് മുറിച്ച് കിടന്നാ മതി. അങ്ങോട്ടൊന്ന് പോയാ മതി. ആ ശരി ശരി വാ. അങ്കിളിനെ ഞാൻ ഇവിടത്തേക്ക് ആക്കിയിട്ട് പെട്ടെന്ന് ഞാൻ പോവും കേട്ടോ. ആ അങ്കിളെ, ഞാൻ പോവാണേ. മോനെ, എനിക്ക് ആ ആധാർ കേന്ദ്രം വരെ ഒന്ന് പോണമായിരുന്നു. അതെ, എന്റെ വൈഫ് അവിടെ കാത്തു നിൽക്കുക. എനിക്ക് അല്പം തിരക്കുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പോവാൻ നോക്ക്. ഈ കണ്ണു കാണാത്ത ആള് ഏടെ ഇങ്ങനെ ഒറ്റക്ക് പോന്നു? ആരാ? ഒരു സ്ത്രീ ശബ്ദമാണല്ലോ. ഞാൻ തന്നെ. അങ്ങക്കെടിയാ പോണ്ട്? ആരാ എന്റെ വടി തൊട്ടത്? ആരായാലും എന്താ, ഞാൻ ഈ നാട്ടുകാരത്തിയാ. നിങ്ങളൊരു സ്ത്രീയാണല്ലോ, അതാ പ്രശ്നം. ആണാലെന്താ പൊണ്ണാലെന്താ, നിങ്ങൾ ഇങ്ങനെ കണ്ണു കാണാത്ത ആളാകുമ്പം സഹായിക്കാൻ വന്നതല്ലേ. എന്റെ വടിയേന്ന് പിടിവിട്ടേ, വടി വിട്ടു തന്നേ. ചേട്ടാ, നിങ്ങൾക്ക് പോണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കാം. അതിനാ ഈ വടി പിടിച്ചത്. അത്യാവശ്യ കാര്യത്തിന് ഒന്ന് അക്ഷയ കേന്ദ്രം വരെ പോണം, അതിനായിട്ട് ഇറങ്ങിയതാ. അല്ല, നിങ്ങൾ ഈ കണ്ണു കാണാത്ത നിങ്ങൾ എന്തിനാ ഒറ്റക്ക് ഇറങ്ങിയത്? വീട്ടിലാരും ഇല്ലേ? ഇപ്പം വീട്ടിൽ ആരുമില്ല. ഉണ്ടായിരുന്നവളെ ഞാൻ ഒഴിവാക്കുകയും ചെയ്തു. ഭാര്യനെ ഒഴിവാക്കി അല്ലേ? ആ, ഞാൻ അവളെ പറഞ്ഞു വിട്ടു. കണ്ണു കാണാത്ത നിങ്ങളെ അവള് ഒഴിവാക്കിയതായിരിക്കും. അല്ല, അവളെ ഞാൻ പറഞ്ഞു വിട്ടതാ, എന്റെ ഭാര്യയെ. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? കണ്ണു കാണാത്ത നിങ്ങൾക്ക് ആരെ സഹായത്തിനുള്ളത്? അത് ശരിയാ, എനിക്ക് സഹായത്തിന് ആരുമില്ല. എന്നാലും ഞാൻ അവളെ പറഞ്ഞു വിട്ടു. അല്ല, നിങ്ങൾ എന്തിനാ അവളെ പറഞ്ഞു വിട്ടത്? അതെ, അത് എനിക്ക് അവൾ അലർജിയാ. നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് അലർജിയാ? ഭാര്യയല്ല, സ്ത്രീകളെ എനിക്ക് അലർജിയാ. അല്ലപ്പാ, നിങ്ങൾ എന്താ ഇങ്ങനെ കൈ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നേ? നിങ്ങൾ എന്റെ കയ്യിൽ ഇപ്പൊ തൊട്ടില്ലേ, അത് തന്നെയാ ചൊറിയുന്നത്. അതാണ് അലർജി. ഞാൻ എന്താ നിങ്ങളൊരു സഹായത്തിന് തൊട്ടതല്ലേ? ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾ എനിക്ക് അലർജിയാ. സ്ത്രീകളെ തൊട്ടാൽ ഉടനെ എനിക്ക് ചൊറിയും. നിങ്ങളൊരു ചെറിച്ചല്, ഞാൻ പോന്നു. ഓ അയ്യോ, എനക്കും ചെറുന്നുണ്ടല്ലോ.